നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ചുള്ള മരണങ്ങളുടെ എണ്ണം വൻതോതിൽ ഉയർന്നതായി റിപ്പോർട്ട്. 24 മണിക്കൂറിനിടെ രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി 17 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതോടെ ആകെ മരണസംഖ്യ 7295 ആയി ഉയർന്നു. 1320 പേർക്കാണ് കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചത്. രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി ചികിത്സയിലായിരുന്നവരിൽ 873 പേർ കോവിഡ് മുക്തരായി. രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളുടെ എണ്ണം 4,44,780 ആയി ഉയർന്നു. ഇതിൽ 4,27,462 പേർ കോവിഡ് മുക്തരായി. കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 10,023 ആയി ഉയർന്നു. ഇവരിൽ 1,348 പേരുടെ നില ഗുരുതരമാണ്. ഒമാനിൽ 866 പേർക്ക് കൂടി കഴിഞ്ഞ ദിവസം കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 9 കോവിഡ് മരണങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ 24 മണിക്കൂറിന്റെ 635 പേർ രോഗമുക്തരായി. ഒമാനിൽ ഇതുവരെ 2,12,904 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 1,96,355 പേർ രോഗമുക്തരാവുകയും 2,293 പേർ മരണപ്പെടുകയും ചെയ്തു. നിലവിൽ 92.2% രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 91 പേരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. UAE-യിൽ ഇന്ന് 1,757 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 1,725 പേർ സുഖം പ്രാപിച്ചപ്പോൾ 3 കോവിഡ് മരണങ്ങൾ കൂടി രാജ്യത്ത് പുതുതായി റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നടത്തിയ 2,27,984 പരിശോധനകളിൽ നിന്നാണ് പുതിയ കോവിഡ് രോഗികളെ കണ്ടെത്തിയത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം UAE-യിൽ 5,61,048 പേർക്ക് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 5,40,886 പേർ ഇതിനോടകം രോഗമുക്തരാകുകയും 1,261 പേർ മരണപ്പെടുകയും ചെയ്തു. ഒമാനിലെ സോഹാറിൽ അക്രമം നടത്തിയ യുവാക്കളെ അറസ്റ്റ് ചെയ്തു. തൊഴിൽ പ്രശ്നം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒമാൻ സ്വദേശികളായ യുവാക്കൾ നടത്തിവരുന്ന കുത്തിയിരിപ്പ് സമരസംഘത്തിലെ ചിലർ അക്രമങ്ങൾ തുടരുന്ന സാഹചര്യത്തിനാണ് റോയൽ ഒമാൻ പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത്. സ്വകാര്യ വ്യക്തികളുടെ കടകൾ, വാഹനങ്ങൾ, മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവ കവർച്ച നടത്തുകയും പൊതുസ്ഥലങ്ങളിൽ തീ ഇടുകയും ചെയ്ത യുവാക്കളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സൗദിയിൽ ഗാർഹിക തൊഴിലാളികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കാൻ തീരുമാനം. വീട്ടുവേലക്കാർ, ഹൗസ് ഡ്രൈവർമാർ, ഗാർഡനർമാർ, തോട്ടം തൊഴിലാളികൾ തുടങ്ങിയ ഗാർഹിക തൊഴിലാളികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കാനാണ് സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇൻഷുറൻസ് പദ്ധതി തൊഴിൽ കരാറിന്റെ ഭാഗമാക്കണം. തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഒരുപോലെ സംരക്ഷണം നൽകുന്നതിനും സൗദി തൊഴിൽ കമ്പോളത്തിന്റെ ആകർഷകത്വം വർദ്ധിപ്പിക്കുന്നതുമാകും ഈ തീരുമാനമെന്ന് മന്ത്രിസഭാ യോഗം അഭിപ്രായപ്പെട്ടു. വേനൽ ചൂട് കഠിനമാകുന്ന സാഹചര്യത്തിൽ പുറം ജോലിയിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് ആശ്വാസമേകും മധ്യാഹ്ന വിശ്രമ നിയമം ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ഖത്തർ ഭരണനിർവഹണ വികസന തൊഴിൽ സാമൂഹിക കാര്യ മന്ത്രാലയം പുറത്തിറക്കിയ 2021 17-ാം നമ്പർ തീരുമാനപ്രകാരം ജൂൺ 1 മുതൽ സെപ്റ്റംബർ 15 വരെ തുറന്നയിടങ്ങളിലെ തൊഴിലാളികൾക്ക് ഉച്ചവിശ്രമം അനുവദിച്ചിരിക്കണം. രാവിലെ 10 മുതൽ വൈകിട്ട് 3:30 വരെയാണ് വിശ്രമം അനുവദിക്കേണ്ടതെന്ന് മന്ത്രാലയം നിർദ്ദേശം നൽകി. നിയമനിർദ്ദേശങ്ങൾ പാലിക്കാത്ത കമ്പനികൾക്കെതിരെ കടുത്ത നടപടികളും സ്വീകരിക്കുന്നതാണ്. സൗദിയിലേക്കുള്ള യാത്രാ വാഗ്ദാനങ്ങളിൽ വഞ്ചിതരാകരുതെന്ന് നോർക്ക റൂട്ട്സ്. വിമാന ഗതാഗതം ഇല്ലാത്തതിനെ തുടർന്ന് റോഡ് മാർഗം ബഹ്റൈനിൽ നിന്ന് സൗദി അറേബ്യയിൽ പോകുന്നതിനായി ശ്രമിച്ച് അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുന്നത് നിരവധി മലയാളികളാണ്. ഇവരെ സൗദിയിൽ എത്തിക്കുന്നതിനോ തിരിച്ചു നാട്ടിലെത്തിക്കുന്നതിനോ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നോർക്ക പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ഇളങ്കോവൻ IAS ബന്ധപ്പെട്ട എംബസികളോട് ആവശ്യപ്പെട്ടു. ബഹ്റൈൻ, സൗദി അറേബ്യ, ഇന്ത്യൻ അംബാസിഡർമാർക്കാണ് ഇക്കാര്യം ഉന്നയിച്ച് കത്തയച്ചിരിക്കുന്നത്. നിരവധി മലയാളികളാണ് ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. സ്വകാര്യ ഏജൻസികൾ നൽകുന്ന ഇത്തരം വാഗ്ദാനങ്ങളിൽ വഞ്ചിതരാകരുതെന്നും നോർക്ക പ്രിൻസിപ്പൽ സെക്രട്ടറി അറിയിച്ചു. ഏതാനും ദിവസങ്ങളായി ബഹ്റൈനിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ തീരുമാനം. ഇതിന്റെ ഭാഗമായി മെയ് 27-ന് അർദ്ധരാത്രി 12 മണി മുതൽ ജൂൺ 10 രാത്രി 12 മണി വരെ അടിയന്തര സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങൾ ഒഴികെ മറ്റെല്ലാ സ്ഥാപനങ്ങളും വാണിജ്യ കേന്ദ്രങ്ങളും അടച്ചിടാൻ നാഷണൽ മെഡിക്കൽ ടാസ്ക് ഫോഴ്സ് തീരുമാനിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ഉയർന്ന തോതിലുള്ള പ്രതിദിന കോവിഡ് കേസുകളും കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് പ്രതിരോധ നടപടികൾ ശക്തമാക്കുന്നതെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇന്ത്യൻ പ്രവാസികൾക്കുള്ള എംബസി സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വിവിധ ആവശ്യങ്ങൾക്കായി പ്രത്യേക വാട്സാപ്പ് ഹെൽപ്പ് ലൈൻ നമ്പറുകൾ പുറത്തുവിട്ട് കുവൈറ്റിലെ ഇന്ത്യൻ എംബസി. എംബസിയുടെ വ്യത്യസ്ത സേവനങ്ങൾക്കായി 12 വാട്സാപ്പ് ഹെൽപ്പ് ലൈൻ നമ്പറുകളാണ് അധികൃതർ തയ്യാറാക്കിയിരിക്കുന്നത്. നിലവിൽ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടുന്നതിനുള്ള ലാൻഡ് ലൈൻ, മൊബൈൽ, ഇമെയിൽ സംവിധാനങ്ങൾക്ക് പുറമെയാണിത്. എംബസി സേവനങ്ങൾ ആവശ്യമുള്ളവർ അതുമായി ബന്ധപ്പെട്ട വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും. പൂർണ്ണമായ പേര്, അഡ്രസ്, കോൺടാക്ട് നമ്പർ എന്നിവ സന്ദേശത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഈ നമ്പറുകൾ
വാട്സാപ്പ് സന്ദേശം അയക്കുന്നതിന് വേണ്ടി മാത്രമാണുള്ളതെന്നും ഇതിലേക്ക് വിളിക്കരുതെന്നും അധികൃതർ അറിയിച്ചു. ജലാതിർത്തി ലംഘിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ മാർച്ച് 25-ന് ഖത്തറിൽ പിടിയിലായ 24 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളിൽ 9 പേർ മോചിതരായി. 2 ഇറാനികളും ജയിൽ മോചിതരായി. ഇറാനിൽ നിന്ന് 2 ബോട്ടുകളിലായി മത്സ്യബന്ധനത്തിനെത്തിയ സംഘത്തിൽപ്പെട്ട 4 മലയാളികളും 3 തമിഴ്നാട് സ്വദേശികളും 2 ഇറാനികളും ഉൾപ്പെടെ 11 പേരാണ് ജയിൽ മോചിതരായത്. മത്സ്യത്തൊഴിലാളികളുടെ മോചനത്തിന് ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഇന്റർനാഷണൽ ഫിഷർമാൻ ഡെവലപ്മെന്റ് ട്രസ്റ്റും പിടിയിലായവരുടെ ബന്ധുക്കളും ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡർ ഉൾപ്പെടെയുള്ളവർക്ക് കഴിഞ്ഞ ദിവസം കത്തയച്ചിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.